ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കാര്യമായിട്ട് സൂര്യൻ്റെ റേസ് ഏൽക്കാനായിട്ട് പുറത്തിറങ്ങുന്നില്ല, പറഞ്ഞ് പണിയുന്നില്ല. അകത്ത് തന്നെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സമയവും തന്നെ ഒറ്റ കാര്യമുള്ള ഷർട്ട് ഇടാതെ ഇരിക്കണം. എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ നെഞ്ചിന് മേലത്തെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ അലർജി പോലെ ചൊറിച്ചിൽ വരുന്നത്? സൺറൈസ് അത്ര ഇതിനകത്ത് വളഞ്ഞു പൊളഞ്ഞകത്ത് കയറിയുള്ളൂ. അതാണ് എൻ്റെ സംശയം. ഇനി അതിന് മരുന്ന് എന്താണ്? മനസ്സിലായി. നമ്മള് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിക്കുന്ന പോലെ ഓരോരുത്തരുടെ സണ്ണിന്റെ അലർജിയുടെ ഒരു ഗ്രഡേഷന് ഡിഫറൻസ് ഉണ്ട്. മാത്രമല്ല ഇപ്പൊ റൈറ്റ് നോ ഉള്ള അലർജിയുടെ ഒരു ഇന്റൻസിറ്റി അല്ല നമുക്ക് ചിലപ്പോൾ വേറൊരു ടൈമില് അല്ലെങ്കിൽ ഒരു കാലത്ത്. അച്ഛന് ഓർമ്മയുണ്ടല്ലോ, ഉണ്ട്. 10-20 വർഷം മുമ്പ് ഒരു ടൈമിൽ അച്ഛന് ഭയങ്കരമായിട്ട് സ്കിന്നിന്റെ പ്രശ്നം വന്നു, ഒത്തിരി കാണിച്ചു. അന്ന് ഇതുപോലെ സൺ അലർജി ഉണ്ട് എന്നുള്ള ഒരു ഇതിലൊരു ഡോക്ടർ അച്ഛന് സൺസ്ക്രീൻ തന്നു കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു. പിന്നെ അച്ഛൻ ഇത്രയും കാലം, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു 16 years ആയിട്ട് തന്നെ അച്ഛൻ പറമ്പിലൊക്കെ പണി എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ട് വരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കൊരു ഫ്യൂ മന്ത്സ് ബാക്ക് പിന്നെയും ഈ കാണുമ്പോൾ നമുക്കറിയാം ടാൻ ആവുന്ന എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് അച്ഛന് ഇറിറ്റേഷൻ സ്കിന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൺ അലർജി ആണ് എന്നുള്ളത് വ്യക്തം. ഇനി അത് എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട് എന്നുള്ളത് ഡയറക്റ്റ് പോയി 10 മണിക്കും 11 മണിക്കും എടുക്കുമ്പോൾ പണി എടുത്താൽ മാത്രമേ പറമ്പിൽ ഇറങ്ങിയാലേ ഉള്ളോ, അതോ നോക്കി കഴിഞ്ഞപ്പോ അച്ഛൻ അങ്ങനെയല്ല. അച്ഛന് നോർമൽ ഇരിക്കുമ്പോഴും ഉണ്ട്. അച്ഛൻ ഇരുട്ടുമുറിയിലാണോ ഇരിക്കുന്നത്? എക്സാക്ട്ലി. അച്ഛന്റെ മുറിയിൽ സൂര്യപ്രകാശം ഉണ്ട്. അത് തന്നെ. അപ്പൊ എന്താന്ന് വെച്ചാല് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് അച്ഛൻ അലർജിക്ക് ആ ഒരു ലൈറ്റിനും സെൻസിറ്റീവ്, അത്രയും ലോ ഇന്റൻസിറ്റി റിഫ്ലക്റ്റഡ് ആയിട്ട് ജനലിൽ നിന്ന് വരുന്ന ലൈറ്റിനും അപ്പൊ അച്ഛന് അലർജി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സാധനം പിന്നെ ആ ടൈമിലാണെങ്കിലും അച്ഛൻ അവിടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു സംശയം, അപ്പം സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലങ്ങളിൽ അലർജി ഉണ്ടാകും. ഓക്കെ, സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാവും? അത് നമുക്കിപ്പോൾ അലർജി വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് വരുന്ന പോലെ നമുക്ക് ആ അലർജി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു യുദ്ധം നമ്മുടെ ദേഹത്തിനകത്തും ബ്ലഡിലും ആണ്. പിന്നെ ഇച്ചിരിയെങ്കിലും ഒരു അലർജി ചൊറിച്ചിലിനൊക്കെ ടെൻഡൻസി ഉള്ള ആളുമാണ്. അപ്പോ ഒരു പ്രശ്നം ഇപ്പൊ അപ്പൊ മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഈ വഴക്കാളികളായിട്ടുള്ള മൂഡിൽ പിള്ളേരിരുന്ന പിന്നെ ആ ഒറ്റ കാര്യത്തിന് മാത്രം വഴക്കിടുകൊള്ളൂ അല്ലേ? എല്ലാ കാര്യത്തിനും വഴക്കിടത്തില്ലേ? വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു അലർജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ബോഡിയിലുള്ള ഒരു യുദ്ധം, രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വേറെ കാര്യത്തിലും ചിലപ്പം ട്രിഗർഡ് ആവാം. ഫോർ എക്സാമ്പിൾ, അച്ഛന് ഡസ്റ്റ് അലർജിയുടെ ടെൻഡൻസി ഉണ്ടെന്ന് വെച്ചോ, ഇതുപോലെ ഒരു അലർജി ഇരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ ആ ഡസ്റ്റ് അലർജി പെട്ടെന്ന്